കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായത്. KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയത് എത്രത്തോളം പ്രയോജനം ചെയ്യുന്നുവെന്ന് നോക്കാം. യാത്രക്കാരുടെ പ്രതികരണം അറിയാൻ സാരംഗ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിന്ന് ചേരുന്നുണ്ട്. സാരംഗ്, കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഒരു ഭൂരിപക്ഷം പേരും ഈ പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നു. ചിലർ പറയുന്നു സ്ത്രീകൾക്ക് മാത്രമായി വേണ്ട, പൈസ ഉണ്ടാക്കുന്ന സ്ത്രീകൾ അവർ പൈസ അടച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്തുകൊണ്ട് സർക്കാരിനെ സഹായിക്കണം തുടങ്ങി നിരവധി അഭിപ്രായങ്ങളുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള റെസ്പോൺസ്? തീർച്ചയായും ഹരി, കാരണം വളരെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു പ്രിയദർശിനി പദ്ധതി സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് തന്നെ നടന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയദർശിനി ബസ്സുകൾ വരുമ്പോൾ ആ ബസ്സുകൾ നിറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീ യാത്രക്കാർ യാത്ര ചെയ്ത് ഇവിടെ കഴക്കൂട്ടത്തേക്ക് വരുന്നതെന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്നും പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ചില ബസ്സുകളിൽ സിറ്റി ഫാസ്റ്റ് എന്ന രീതിയിൽ ബോർഡുകൾ ഒട്ടിച്ചത് ചെറിയ രീതിയിലെങ്കിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. അത് അതായത് ഈ ഒരു സ്റ്റിക്കറുകൾ സാധാരണ രീതിയിൽ KSRTC ബസ്സുകളിൽ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഈ ഒരു ബസ്സിന്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോവളം ബീച്ച് വഴി പോകുന്ന ബസ്സാണ്. അതിൽ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലിയ രീതിയിൽ സ്ത്രീ സാന്നിധ്യം ഇപ്പോൾ ബസ്സുകളിലുണ്ട്. നമുക്ക് പ്രതികരണം തന്നെ നോക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് പ്രിയദർശിനി പദ്ധതി? കുഴപ്പമില്ല, ഇന്ന് തുടങ്ങിയേ ഉള്ളു. ഇന്നലെ കയറാൻ പറ്റിയില്ല? ഇന്നലെ കയറിയില്ല. ഇങ്ങോട്ടേക്ക് വന്നത് ബസ്സിലാണ്? ഞാൻ ബസ്സിനാണ്. ഫ്രീ ആയിട്ടാണോ? എങ്ങനെയുണ്ട് പദ്ധതിനെ പറ്റി എന്താ അഭിപ്രായം? അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഇതായിട്ട് തന്നെ വന്നത്. ആള് കൂടുതലാണ്, ചെലവ് ചുരുങ്ങി കിട്ടും. ചെലവ് ചുരുങ്ങി കിട്ടും. അത്തരത്തിലാണ് ഒരു 100 രൂപയെങ്കിലും യാത്ര ചെയ്യാൻ ചെലവാക്കുന്ന ആൾക്കാരാണ് തിരുവനന്തപുരത്ത് അധികം പേരുള്ളത്. അപ്പോൾ ആ ഒരു ചിലവ് കുറവ് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ, ഈ ഒരു ബസ്സും പ്രിയദർശിനി സൗജന്യ യാത്ര നൽകുന്ന ബസ്സാണ്. സ്ത്രീകളുടെ തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങൾ ഹരി നമുക്ക് വളരെ വ്യക്തമായി കാണാം. കാരണം തിരക്കുള്ള ബസ് തന്നെയാണ് ഈ ഒരു മേഖല, ഈ ഒരു റൂട്ട് തന്നെ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ്. പക്ഷേ ആ രീതിയിലുള്ള, അതായത് ഈ ഒരു സൗജന്യ യാത്ര വന്നതോടുകൂടിയുള്ള പ്രതികരണങ്ങൾ കൂടി നമുക്ക് ഒന്ന് നോക്കാം. നമുക്കറിയാം, ഇത് വലിയ തിരക്ക് പിടിച്ച സമയമാണ്. കാരണം വലിയ രീതിയിൽ ഓഫീസുകളിലേക്കും മറ്റും എത്താനുള്ള ഓട്ടപ്പാച്ചിലാണ് പലരും. നമുക്ക് പ്രതികരണങ്ങൾ തന്നെ കുഴപ്പമില്ല, നന്നായിരിക്കും. ഈ ബസ്സിലാണോ വന്നത്? ഈ ബസ്സിലാണ് വന്നത്. ആറ്റിങ്ങന്ന് ഈ ബസ്സിലാണ് വന്നത്. ആദ്യമായിട്ടാണ് ഇന്നലെ കയറിയായിരുന്നു? ഇന്നലെ കഴക്കൂട്ടത്ത് നിന്ന് കയറിയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഈ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എത്തിയത്. സാറ് കൊള്ളാതായാല് അല്ല, ഇപ്പൊ ചെലവ് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. ജോലിക്ക് വരും. അതെ. ബസ് ചാർജ് നമുക്ക് കുറവാണ്, എന്നാലും നമുക്ക് ആ പൈസ മിച്ചാവുമല്ലോ. ഒരു പാലെങ്കിലും വാങ്ങിക്കാമല്ലോ. വലിയ വലിയ അങ്ങനെയാണ് നമ്മൾ ഈ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന ലാഭം അവർ കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തും, അല്ലെങ്കിൽ അത് കുടുംബ ബഡ്ജറ്റിലടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുമെന്നതിനാണ് മനസ്സിലാക്കാനുള്ളത്. എങ്ങനെയുണ്ട്? സൗജന്യ യാത്രയിലാണോ? അല്ല, ടിക്കറ്റ് തന്നെയാണ്. ബസ് കിട്ടാത്തതാണോ അല്ലെങ്കിൽ ഇതിൽ കയറിയോ? അല്ല, നമുക്ക് അതുവഴി ഇല്ലല്ലേ, പ്രിയദർശിനി ബസ് ഇല്ലല്ലേ. അപ്പൊ സിറ്റി പാസിൽ കയറി പോയാലേ കിട്ടുള്ളൂ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സിറ്റി ഫാസ്റ്റുകളിൽ സൗജന്യ യാത്ര അല്ല. അത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ആ സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്തെ നഗരമേഖലകളിൽ നിറയെ സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ പലതും ഉണ്ടായിരുന്നു. കാരണം പ്രിയദർശിനി ബസ്സുകൾ വളരെ കുറവും സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ വളരെ കൂടുതലുമായിരുന്നു. അത് ഒരു ആശയക്കുഴപ്പം സ്ത്രീ യാത്രക്കാർക്കിടയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബസ്സുകളിൽ സൗജന്യ യാത്രയുണ്ട്, ഒരു വ്യക്തത കുറവുള്ളത് കൊണ്ട് ഒട്ടിച്ചതാണോ അല്ലെങ്കിൽ ഈ ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റിലേക്ക് മാറ്റിയതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. എന്തിനായാലും ഈ ഒരു പദ്ധതിയുടെ ഗുണം ജനങ്ങളിലേക്ക് എത്തി തുടങ്ങി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ത്രീ യാത്രക്കാരെല്ലാം ഒരു തിരക്കിന്റെ കാര്യം ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സാരംഗ്, ഇവിടെ നിന്ന് കൂടുതൽ റെസ്പോൺസുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മറ്റു വാർത്തകളിലേക്കും കൂടി പോകണം. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒരു വനിതയോട് ചോദിച്ചിരുന്നു സാരംഗ്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു പാലെങ്കിലും വാങ്ങാമല്ലോ എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുമാണ് ആ പൈസ ലാഭിച്ച് കിട്ടിയാലുള്ള പ്ലാനുകൾ. അത് കുടുംബ ബഡ്ജറ്റിലേക്ക് നീങ്ങും, ചിലർ സേവിങ്സ് ആക്കി മാറ്റും. അങ്ങനെ പല രീതിയിലും പ്രിയദർശിനി മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കൂടിയായപ്പോഴേക്കും രാവിലെ മുതൽ തന്നെ തിരക്കുകൾ പ്രേക്ഷകർക്ക് കാണുന്നത് പോലെ കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.